എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇതിൽ പ്രശ്നം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കൊന്നും കുഞ്ഞികൃഷ്ണനോട് ഇനി പറയേണ്ട കാര്യമില്ല. കുഞ്ഞികൃഷ്ണൻ പാർട്ടിന്റെ ഭാഗമല്ല. കുഞ്ഞികൃഷ്ണൻ കണക്ക് നേരെ KPCCയുടെ പ്രസിഡന്റിനോട് ചോദിക്കുക. വയനാട് ഫണ്ടില് പിരിച്ച പണം എവിടെയെന്ന് അവിടെ പോയി ചോദിക്കുക. ആ ഫണ്ടിന്റെ പങ്ക് പറ്റിയിട്ടുള്ള കുഞ്ഞികൃഷ്ണൻ, ആ പങ്ക് പറ്റിയിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന കുഞ്ഞികൃഷ്ണൻ ഞങ്ങളെ കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി വരണ്ട. കുഞ്ഞികൃഷ്ണൻ അതിനുള്ള അർഹതയില്ല. എന്നോട് വേണ്ട അടിച്ചാൻ കണ്ണിയാങ്ങളെ. പയ്യന്നൂരിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാകുമെന്ന് തോന്നുന്നു. വർഗവഞ്ചകരെയും ചതിയന്മാരെയും പൊറുപ്പിക്കുന്ന മണ്ണല്ല പയ്യന്നൂരിന്റെ മണ്ണ്. അത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് മനസ്സിലാവും. ഭയങ്കരം തന്നെ. കെ രാഗേഷ് പറഞ്ഞതിന്റെ ഒരു ടോൺ ശ്രദ്ധിച്ചില്ലേ? അതിനകത്ത് ഭീഷണിയുണ്ട്, ധാർഷ്ട്യമുണ്ട്, എല്ലാം ഉണ്ട്. എന്നെ സംശയിക്കരുത്. NV ബാലകൃഷ്ണൻ ആയാലും ഹസ്കർ ആയാലും ഒക്കെ ഇപ്പോഴവരതിനെ തിരുത്തി പറയാനും തള്ളി പറയാനും ഒക്കെ തയ്യാറാണ്. പാർട്ടി വിരുദ്ധനെ പോലെ സംസാരിക്കുന്നു. അല്ലെങ്കിലും സത്യം പറയുന്നവരെ പാർട്ടി വിരുദ്ധരാക്കുന്നതാണല്ലോ സഖാവേ നമ്മുടെ സ്ഥിര ഏർപ്പാട്. കഴിഞ്ഞ 70 വർഷമായിട്ട് ഈ പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരുന്ന മനുഷ്യത്വ വിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരുന്നല്ലോ. നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണങ്ങൾ. തമാശ പറയാതെ അല്ല, കാര്യമായിട്ട് പറഞ്ഞതാ. എവിടെയാണ് പാർട്ടി വിട്ട MV രാഘവനോട് ഈ കണ്ണൂരിൽ എന്താണ് ചെയ്തത്? ചെരുപ്പുമാല അണിയിച്ച് അയാളെ നടു റോഡിൽ മക്കളുടെയും ഭാര്യയുടെയൊക്കെ മുമ്പിലൂടെ നടത്തിയ ചിത്രം ഇപ്പോഴും മലയാളിയുടെ മനസ്സിലുണ്ട്, ഇല്ലേ? മറന്നിട്ടൊന്നുമില്ല. അയ്യോ, എന്ന് ഞാൻ ഓർക്കണില്ല, നീ ഓർക്കുകയല്ലേ. അന്നൊന്നും ഈ പാർട്ടിക്ക് ഈ ഇതിനെക്കുറിച്ചൊന്നും ഒരു പശ്ചാത്താപമോ ഈ ചെയ്യുന്ന ജനാധിപത്യ വിരുദ്ധമാണെന്നോ മനുഷ്യത്വ വിരുദ്ധമാണെന്നോ ഈ പാർട്ടിക്ക് തോന്നിയിട്ടില്ല. ഈ സംസ്കാരമാണ് ഇപ്പോഴും നിൽക്കുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. എന്നിട്ട് ഇവരിതിനെ മനോഹരമായ പേരിട്ടാണ് വിളിക്കുന്നത്. ഞങ്ങൾ മനുഷ്യ സ്നേഹികളാണ്, ഇടതുപക്ഷമാണ്. ഈ പാർട്ടി കൊണ്ടു നടക്കുന്ന ഒരു സംസ്കാരമാണ് ഈ പുതിയ തലമുറയിലേക്കായാലും ഒക്കെ വന്നിരിക്കുന്നത്. KK രാഗേഷിനെക്കാട്ടിൽ എത്രയോ പാർട്ടിയിൽ സീനിയേഴ്സ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ഉള്ള 2 നേതാക്കന്മാരെ കുറിച്ചാണ് ആ മനുഷ്യൻ ഇന്ന് വന്ന് പറയുന്നത്, ഇല്ലേ? അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. 82 വയസ്സായ TK ഗോവിന്ദൻ, 65-70 വയസ്സിനോട് അടുക്കുന്ന V കുഞ്ഞികൃഷ്ണൻ, ഇവരെക്കുറിച്ചുള്ള ഈ പാർട്ടി പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു സംസ്കാരം ഇതാണ്. അതാണ് ഈ പുതിയ തലമുറയിലെ പിള്ളേരും ഇത് ആവർത്തിക്കുന്നത്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. കാരണം ഇത് ഇങ്ങനെയാണ്. ഒരു മനുഷ്യൻ അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ബോധ്യത്തിന്റെ പേരിൽ വേറൊരു പാർട്ടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചാപ്പ കുത്തുകയാണ്, ഇല്ലേ? വർഗവഞ്ചകൻ, വെറുതെ പറഞ്ഞതല്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഈ പാർട്ടിയുടെ അംഗീകൃത പദാവലിയിലുള്ളതാണ്. ഇവരെല്ലാവരും ഇത് ഏറ്റുപാടിയതാണ്. ഓരോരുത്തരെ പുറത്താക്കുമ്പോഴൊക്കെ ഇത് ഏറ്റുപാടിയതാണ്. ആ സംസ്കാരമാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ എച്ചിൽ നക്കികളായ സാംസ്കാരിക നായകരെന്ന് പറയുന്നവരും ഇപ്പോൾ ഇവരെ പാടിപ്പോഴുത്തുന്നത്, ഇല്ലേ? ഈ കഴിഞ്ഞ ദിവസമാണല്ലോ കാരായി രാജൻ ഇതിനെ കാണുമ്പോൾ എനിക്ക് യേശു ക്രിസ്തുവിനെയാണ് ഓർമ്മ വരുന്നു എന്നാണ് അശോകൻ ചെരുവിൽ ഫേസ്ബുക്കിൽ എഴുതി. യേശു ക്രിസ്തു ഏത് കൊലക്കേസിലെ പ്രതിയായിരുന്നോ? ഞാൻ കഴിഞ്ഞു. M മുകുന്ദൻ എന്താണ് പറഞ്ഞത് കാരായി രാജനെ കുറിച്ച്? വലിയ കവി ഹൃദയമുള്ള നിർമ്മല ഹൃദയനായ മനുഷ്യൻ. ഇവരങ്ങ് വാഴ്ത്തുകയാണ് ഓരോരുത്തരെ കുറിച്ച്, ഇല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള അടിമ സംസ്കാരം ഒരു വഴിക്ക്, മനുഷ്യത്വ വിരുദ്ധമായ നിലപാടുകൾ. വേറൊരു കലാകാരിയുടെ പ്രസംഗം ഞാനത് പറയാൻ പറ്റും. KK ശൈലജ ഇല്ലായിരുന്നെങ്കിൽ ശ്വാസം മുട്ടി മരിക്കുമായിരുന്നു. അപ്പൊ ഇതാണ് നിങ്ങൾ ഈ ഒരു പാറ്റേണിലുള്ള മനുഷ്യ സംസ്കാരം, ഈ പാറ്റേണിലുള്ള സാഹിത്യകാരന്മാർ, ഈ പാറ്റേണിലുള്ള പ്രതികളെയൊക്കെ സൃഷ്ടിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്, ഇല്ല? ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും ഒരാളുടെ ബോധ്യത്തിന്റെ പേരിൽ പുറത്തേക്ക് പോകുന്നു. അതിനെന്താണ് കുഴപ്പം, ഇല്ലേ? ഈ പാർട്ടിയിലേക്ക് RSS ആൾക്കാർ വന്നിട്ടില്ലേ? ഭാസ്കരൻ ഉൾപ്പെടെ അല്ല പലരും വന്നിട്ടുണ്ടല്ലോ. അവരെയൊക്കെ അവരുടെ പാർട്ടിക്കാർ കൊല്ലാൻ വേണ്ടി ഇങ്ങനെയുള്ള ആഹ്വാനം ഉണ്ടായിരുന്നു, ഇല്ലല്ലോ? ഇതാണ് ഈ ഒരു വൃത്തികെട്ട സംസ്കാരത്തിനെ നിങ്ങൾ പേരിട്ട് വിളിക്കുന്ന ഇടതുപക്ഷം. നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രമല്ല എനിക്ക് നാണക്കേടാ. ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം കേരളത്തിന് ആവശ്യമുണ്ടോ? ഇതേപോലെ കള്ളങ്ങൾ പ്രചരിപ്പിക്കുന്ന കേരളത്തിൽ പറയുന്നത് എന്താണ്? റേഷൻ മുടങ്ങിയിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി റേഷൻ ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. അതിന് ഇവരുടെ ഒന്നും ഔദാര്യം വേണ്ട. അത് അന്ന് മുതലേ ഇവിടെ വളരെ കൃത്യമായിട്ട് നടന്നുകൊണ്ട് പോകുന്നതാണ്. നമുക്ക് വളരെ വിഷമമാണ്. അല്ല, ഭക്ഷ്യസുരക്ഷാ നിയമം വന്നതനുസരിച്ച് ഇത് കൊടുത്തേ പറ്റൂ. അപ്പൊ ഇതിങ്ങനെ നിൽക്കുന്ന ഒരു നാട്ടിലാണ് ആൾക്കാരോട് കഥ പറയുന്നത്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായി. സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. KK രാഗേഷ് ഈ പറയുന്നതിന് ആര് വില വെക്കുന്നു എന്നൊരു പ്രശ്നമുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറയുന്നത് വളരെ ഗൗരവത്തിൽ ജനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഇപ്പോൾ KK രാഗേഷ് പഴയൊരു നിലയൊക്കെ വെച്ചിട്ട് സംസാരിച്ചാൽ
അത് കണ്ണൂർ ജില്ലയിലൊക്കെ എത്രമാത്രം നടപ്പിലാവുന്ന കാര്യത്തിൽ സംശയമുണ്ട്. എന്താ ആ പ്രതീക്ഷയും അങ്ങനെയൊന്നും കാര്യങ്ങൾ, അതായത് അവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും ചോദ്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ ഉണ്ടായി വരുന്നുണ്ട്. 7:30 ശനിയുടെ ആരംഭമാണെന്ന് കരുതിയാ മതി. നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനമായി കണ്ടത് പുതിയ തലമുറ അവർക്ക് പഴയതുപോലല്ല. ഒരുപാട് സോഷ്യൽ മീഡിയ മുതൽക്ക് പലതരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവർ കഴിയും. പക്ഷെ CPM ഇപ്പോഴും വിചാരിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ഭീഷണി കൊണ്ട് ഭയപ്പെടുത്തിയിട്ട് ഒരു ഭയത്തിന്റെ കരിമ്പടത്തിനകത്ത് ഇവരെ ഒതുക്കി നിർത്താൻ കഴിയും എല്ലാ കാലത്തേക്കും എന്ന് CPM കരുതുകയാണ്. ഒരുപക്ഷെ CPM അങ്ങനെ കരുതുന്നതുകൊണ്ട് മാത്രമായിരിക്കില്ല, മറ്റൊരു മാർഗവും അവരുടെ മുമ്പിൽ ഇല്ല. ഇതല്ലാതെ ഏതെങ്കിലും തരത്തിൽ തങ്ങളുടെ ഒരു ശരിയായ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ആ രാഷ്ട്രീയത്തിന് മുന്നിൽ ജനങ്ങളെ റാലി വെച്ച് അവരെ പോളിംഗ് ബൂത്തിലേക്ക് കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി ഇല്ലാതെ വരുമ്പോൾ അവരെ ഭയപ്പെടുത്തുക മാത്രമാണ് മാർഗം. ഇനി രക്ഷയില്ല, നമ്മൾ അവസാനം അടുത്തു. ഭീഷണിപ്പെടുത്തിയിട്ട് മറ്റു ചില വീടുകളിലൊക്കെ കയറിയിട്ട് CPM പ്രവർത്തകന്മാരെ പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും, നിങ്ങളത് ആർക്ക് വോട്ട് ചെയ്താലും അത് മനസ്സിലാക്കാൻ പാർട്ടിക്ക് കഴിയും, അതിനാവശ്യമായ സംവിധാനങ്ങളുണ്ട്. ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. എന്നിട്ട് കുഞ്ഞികൃഷ്ണന്റെ സഹാക്കള് വരുമ്പോ അവരോട് ചോദിക്കുന്നത്, അല്ല മോനെ ഇത് ശരിയാണോ, എന്നെ ഇവിടെ വന്നപ്പോ ഇങ്ങനെയാ പറഞ്ഞത്, വോട്ട് ചെയ്താൽ മനസ്സിലാവും. അപ്പൊ ഇതുപോലെയൊക്കെയുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് ആളുകൾ വിട്ടുപോകുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നുള്ള ഒരു പരിശോധനയൊക്കെയാണ് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലാണ്. അതായത് തങ്ങളുടെ രാഷ്ട്രീയമായ അടിത്തറ, രാഷ്ട്രീയമായ ഒരു ശേഷി ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം CPM പതിയെയാണെങ്കിലും മനസ്സിലാക്കുക. വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഇത്തരമൊരു അവസ്ഥ സംജാതമാകുമ്പോഴാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ ആളുകളെ തങ്ങൾക്ക് പിന്നിൽ അണിനിരത്താൻ കഴിയാതാവുമ്പോഴാണ് നുണകളെ മാത്രം ആശ്രയിക്കുക, വർഗീയതയെ ആശ്രയിക്കുക. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരവേലകൾ എന്ന് പറയുന്നത് എന്തുമാത്രം കൊള്ളാണ്. ഏതൊരു മനുഷ്യനും നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. ഇതിങ്ങനെ പണ്ടത്തതുപോലെ കാര്യം പറയേണ്ട പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ കേരളത്തിൽ പവർ കട്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കി. കേരളത്തിൽ പവർ കട്ട് പൂർണ്ണമായി വലിയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പാഴ്നാടകത്തിന്റെ കാലം കുറിക്കുന്ന കൈ വിധിയുടേത്. പവർ കട്ട് പൂർണ്ണമായി ഒഴിവാക്കി. പക്ഷെ കേരളത്തിൽ ഒരു 10 യൂണിറ്റ് വിദ്യുച്ഛക്തി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള ആ KSEBയുടെ അതിന്റെ ഇതിലുണ്ടായിരുന്ന ബി അശോക് ഉൾപ്പെടെയുള്ള ആളുകൾ പറയുകയാണ്. ഇക്കണക്കിന് പോയാൽ ഈ മന്ത്രിസഭ താഴെ വീഴും. കണക്ക് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഇതുപോലെ ഓരോന്നിനും കള്ളക്കണക്കുകൾ ഒരു സംഘടിതമായി കളവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നുണയം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അത് സംഘടിതമായി പ്രൊപ്പഗൻഡ ചെയ്യുക. ഏറ്റവും താഴെ തലത്തിലുള്ള ഈ തള്ളുകാരെ കൊണ്ട്, ന്യായീകരണ തൊഴിലാളികളെ കൊണ്ട് മുതൽക്ക് സാഹിത്യകാരന്മാർ, നിങ്ങൾ നോക്കുക, എമ്മുകുന്നനെ പോലൊക്കെയുള്ള ആളുകൾ എന്തൊക്കെയാ തള്ളുന്നത്. ഇതുപോലുള്ള തള്ളു നടത്തിയിട്ട് വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രൊപ്പഗൻഡയുടെ വലിയ ഇത് സൃഷ്ടിച്ചിട്ട് ആളൊരു മായാവലയം സൃഷ്ടിച്ചിട്ട് ആളുകളെ വോട്ട് ചെയ്യിക്കാൻ പറ്റും എന്നുള്ളതാണ് CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.